ചർച്ചകൾ തുടങ്ങിയിട്ടില്ലേ? ഇല്ല 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 അവരാകെ കൽപ്പാക്കത്ത് പോയി നമ്മുടെ തോറി ഉപയോഗിച്ചിട്ടുള്ള ജനറേറ്റർ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പഠിക്കാൻ പോയതാണ്. നമ്മളാകെ ചെയ്തത് എന്താ വെച്ചാൽ ആണവ നിലയത്തിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി മേടിക്കലുണ്ടല്ലോ, നമുക്കിപ്പോൾ കരാർ റദ്ദ് ചെയ്തല്ലോ, അതിൻ്റെ പേരിൽ മേടിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതേ. മറ്റതൊന്നും നയപരമായ തീരുമാനമാണ്. അത് വിപുലമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കും. അങ്ങനെ സാധ്യതയുണ്ടോ ഒരു ആണവ നിലയം കേരളത്തിൽ ഉണ്ടാകാനുള്ള? അതെങ്ങനെയാ പറയാ, ഒരു ചർച്ചയ്ക്കല്ലേ വെച്ചിരിക്കും, ചർച്ച ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ ഊർജ്ജ അല്ല, അതിനേക്കാൾ ആണവ നിലയത്തിനേക്കാളും തോറിയം ബേസ്ഡുകൾ ഒരു നിലയമാണ് ഉദ്ദേശിച്ചത്. കൽപ്പാക്കത്ത് അത് സ്റ്റാർട്ട് അത് ആണെങ്കിൽ ആണവത്തിൻ്റെ യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്തതാണ് ആ തോറിയം. ലോകത്തിൽ ഏറ്റവും ചീപ്പായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ധനമാണ് തോറിയം. അതിപ്പോൾ കൽപ്പാക്കത്ത് സക്സസ് ആയി. 50 മെഗാവാട്ടിൻ്റെ അവർ അണുശക്തി വകുപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് വരില്ല. മറ്റേ അണുശക്തി ഉപയോഗിക്കുമ്പോൾ വേസ്റ്റ് വരുമല്ലോ, ഇത് വരാത്തൊരു സാഹചര്യമാണ്. അതിനെക്കുറിച്ച് ആലോചിക്കണേന്നുള്ളൂ. അതൊക്കെ ചർച്ചയെ വരുന്നിട്ടുള്ളൂ. ഏകദേശം ഒരു എത്ര സ്ഥലം വേണ്ടിയിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതിന് ചർച്ചയെ വന്നിട്ടുള്ളൂ. അതിന് വളരെ ചെറിയ അത് ഇവിടെ ചെയ്യാനല്ല, നമുക്ക് പുറത്താണെങ്കിലും കൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർ മേടിക്കാമല്ലോ. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. പോളിസി അല്ലേ, മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കാണ്ട് നമുക്കൊന്നും ഒന്നും ചെയ്യില്ല മുഖ്യമന്ത്രിയായിട്ട്. ഇല്ല 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 അത് അവർ രണ്ടുപേർക്ക് അന്വേഷിക്കാൻ വിസിറ്റ് ചെയ്യാൻ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യേണ്ട ഇലക്ട്രിസിറ്റി വാങ്ങണമല്ലോ, പവർ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കേരളത്തിന് ഇപ്പം അതിനൊരു സാധ്യതയുണ്ടോ, ആണവ നിലയം? ഇല്ല, അത് അങ്ങനെ ചെറിയ കാര്യമല്ലല്ലോ. അത് വിശദമായി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടല്ലേ ഒരു തീരുമാനം എത്താൻ. കേരളത്തിന്റെ ഒരു ആവശ്യത കൂടിയല്ലേ, കാരണം അത് നിങ്ങളാ പറയേണ്ടത്. വേനൽക്കാലത്ത് പ്രതിസന്ധി ഇവിടെ 30% ഉൽപ്പാദനമുള്ളൂ, ബാക്കി മുഴുവൻ പുറത്തുനിന്ന് മേടിക്കുകയാണ്. ഇപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയില്ല, മീഡിയ തന്നെ സമ്മതിക്കാത്തത്. എന്താ വെച്ചാൽ കാക്ക അങ്ങോട്ട് മറക്കാൻ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാർത്തയാക്കും, പിറ്റേ ദിവസം അത് നിൽക്കും. 3000 TMC വെള്ളമുണ്ട്, 300 TMC പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് വെള്ളം മുഴുവൻ പോകുകയല്ലേ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവിടെ പരിസ്ഥിതിക്കാർ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ അത് പിറ്റേ ദിവസം അത് വലിയ വാർത്തയാക്കി അത് നിൽക്കും. ഇപ്പോൾ കുരിയാർകുറ്റി വന്നു, ജനറേറ്റർ വരെ കൊണ്ടുവച്ചിട്ട് മൃഗത്തിന് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സമുണ്ട് കൊണ്ടിട്ടാണ് അത് നിന്ന് പോയത്. ഇപ്പോൾ വീണ്ടും DPR ഉണ്ടാക്കുന്നുണ്ട്. എത്ര പദ്ധതികളാണ് അങ്ങനെ കളഞ്ഞത്. ഇല്ല, അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. നിങ്ങൾ വരാത്തതിന് വാർത്തയാക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ആണവ നിലയത്തിൽ എടുക്കണോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയായിട്ടില്ല. ഇല്ല, അതെല്ലാം അത് എവിടെ ചെയ്യണം എന്നുള്ളത് അറിയില്ലല്ലോ. അല്ല, പക്ഷെ അങ്ങനെ കാര്യം ആലോചിക്കുന്നുണ്ട് സർക്കാർ. ഇല്ല, അത് തോറിയത്തിന്റെ ബേസിൽ ഈ സക്സസ് ആയപ്പോൾ അതിന് നമുക്കാണെങ്കിൽ ധാരാളം മറ്റേ തോറിയും കയ്യിലുണ്ട് കേരളത്തിൽ. മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത തോറിയുണ്ട്. മറ്റത് വേർതിരിച്ചെടുക്കാൻ ഈസി ആയിട്ടുള്ള ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ച ഒന്നുമില്ല. കൽപ്പാക്കത്ത് വന്നപ്പോൾ അവർ പരിശോധിക്കാൻ വേണ്ടി പോയതാണ്, അത്രയേ ഉള്ളൂ.